എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മുത്തശ്ശിയാകട്ടെ സംഗീതയോട് തൻ്റെ ഒരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അജയ്ക്ക് അഞ്ജനമ്മയുള്ള വിവാഹത്തിന് സമ്മതം തന്നെയാണോ? ഞാനൊട്ട് അവനോട് നേരിട്ട് ചോദിച്ചില്ല. എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ള മടിയോടൊട്ടാ സത്യദാസിനെ കൊണ്ട് ചോദിച്ചത്. എന്നാൽ മറുപടിയെ സംഗീത അമ്മ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അവന് സമ്മതം തന്നെയാണെന്ന് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ അഞ്ജനയും ഭവാനിയും അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ച് നിൽക്കെ തന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. അധികം വൈകാതെ തന്നെ അതൊക്കെ നടത്തണമെന്ന് പറഞ്ഞിരിക്കെ തന്നെ സത്യദാസും അജയും അങ്ങോട്ടേക്ക് വരുന്നു. അമ്മേ, ഇപ്പൊ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോന്നാണ് സത്യദാസ് ചോദിക്കുന്നത്. മുത്തശ്ശിക്ക് പ്രിയപ്പെട്ട ആളല്ലേ ഭൂമി. അങ്ങനെയുള്ളപ്പോൾ ഭൂമിയുടെ അച്ഛൻ്റെ ശവസംസ്കാരം പോലും നടത്തുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ലെന്ന് സത്യദാസ് പറയുന്നു. അജയും സത്യദാസ് പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആ തീരുമാനം മാറ്റുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കട്ടെ എങ്കിൽ പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചയെന്നാണ് മുത്തശ്ശി പറയുന്നത്. സത്യദാസിന്റെ പെട്ടെന്നുള്ള ഈ ഇടപെടൽ ഭവാനിയിലും അഞ്ജനയിലും ദേഷ്യം ഉളവാക്കുന്നുണ്ട്. ഭൂമിക്ക് വേണ്ടി എന്തിനവരിങ്ങനൊരു തീരുമാനം എടുത്തു എന്നാണ് അവർ രണ്ടുപേരും ആലോചിക്കുന്നത്. ആരും കേൾക്കാതെ എന്നോണം വീടിനകത്ത് വന്ന് സംസാരിച്ച ശേഷം ഭവാനിയായി അഞ്ജനയോട് പറയുന്നുണ്ട്, നീ കേട്ടില്ലേ നിന്റെ വല്യച്ഛൻ ഭൂമിയെ പറ്റി സംസാരിക്കുന്നത്? അയാൾ പയ്യെ ഭൂമിയിലായിട്ട് അടുത്തു തുടങ്ങി. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഭവാനി പറയുന്നത്. ഇനി ഒരിക്കലും തന്നെ ഭൂമിയെ വീടിനകത്തേക്ക് കയറ്റാൻ ഇടവരുത്തരുത്. ഇതേസമയം അജയ് ആകട്ടെ തൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഭൂമിയുടെ കോഫി ഷോപ്പിലേക്ക് നോക്കുകയാണ്. അത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അജയ് തിരിച്ചകത്തേക്ക് പോകുന്നു. ഇതേ സമയത്താകട്ടെ ഭൂമി അമ്മയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഭൂമിയെ കണ്ടപാടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലീസുകാർ ഭൂമിയോട് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്ക് എന്താ നിന്നോട് പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ തീരുമാനിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നാ ഭൂമി മറുപടി പറയുന്നത്. ഇപ്പോൾ അജയ് സാറിനെ കാണാൻ വന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഭൂമി അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയ് സാറിനെ കാണാനായിട്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ ഭൂമിയെ കണ്ടപാടെ അജയ് ചോദിക്കുന്നുണ്ട്, അമ്മയെ കാണണോ? മറുപടിയെ ഭൂമി കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തെളിവുകളെല്ലാം തന്നെ അമ്മയ്ക്കെതിരായിട്ടാണെന്നാണ് അജയ് പറയുന്നത്. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മുഴുവൻ സമയവും കരച്ചിലാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൂടെ കിട്ടിയാലേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് അജയ് ഭൂമിയോട് പറയുന്നത്. ഇന്നലെ ചോദ്യം ചെയ്ത വഴിക്ക് ഭൂമിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ആ മുറിയിൽ അവരെ രണ്ടുപേരെയും കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന്. ഇത് കേട്ടപാടെ ഭൂമിയാകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഭൂമി അജയോടെ ഇങ്ങനെ പറയുന്നു, ഞാനിപ്പോൾ വന്നത് ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാനല്ല. അച്ഛനെ ഇന്ന് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിക്കാനായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അമ്മയെ കൂടി ആവശ്യം വരുമല്ലോ. അമ്മ ഇവിടെ നിന്ന് വിട്ട് കിട്ടുമെന്നറിയാനാ ഞാൻ വന്നതെന്ന് ഭൂമി പറയുന്നു. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. അമ്മേനെ എന്തായാലും കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടുന്ന് വേണമെങ്കിൽ എൻ്റെ റിസ്കിൽ വിട്ടയക്കാമെന്ന് അജയ് പറയുന്നു. ഇത് കേൾക്കുന്ന ഭൂമി അജയോടെ നന്ദി പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം സെല്ലിൽ കിടക്കുന്ന തൻ്റെ അമ്മയെ കാണാനാണ് പോകുന്നത്. ഭൂമിയെ കണ്ടപാടെ അംബിക കരഞ്ഞുകൊണ്ട് ഭൂമിയോടെ പറയുന്നുണ്ട്, ഈ പോലീസുകാർ മുഴുവൻ പറയുന്നത് എൻ്റെ അച്ചുവേട്ടനെ ഞാൻ തന്നെ കൊന്നുവന്ന. നാട്ടുകാരും അത് തന്നെ വിശ്വസിച്ചു കാണുമല്ലേ എന്നാണ് ഭൂമിയോടെ ചോദിക്കുന്നത്. അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞ് കരയില്ലേ എന്നാണ് ഭൂമി പറയുന്നത്. എൻ്റെ മോള് ഒരു തവണയെങ്കിലും പറഞ്ഞാൽ മതി, ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എന്ന രീതി കേൾക്കുന്ന ഭൂമി, ഞാനങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് വിശ്വാസമാവൂ എന്നുണ്ടോ? അംബികയാകട്ടെ കരഞ്ഞുകൊണ്ട് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് സഹായത്തിന് അവിടെ ആരാ ഉള്ളത്? മറുപടി ഭൂമി, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നു. ഭൂമിയാകട്ടെ മറ്റൊന്നാണ് അമ്മയോട് ഇപ്പോൾ ചോദിക്കുന്നത്, അച്ഛൻ എപ്പോഴെങ്കിലും ചിതാഭസ്മം ഒഴുക്കുന്നതിനെ കുറിച്ച് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ മറുപടിയായി അംബിക, അച്ഛൻ അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ മോളോടല്ലേ പറയത്തുള്ളൂ. മറുപടിയായി ഭൂമി, എന്നോട് അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ കൊണ്ടുപോയി ഒഴുക്കും. കാരണം എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമല്ലോ. അങ്ങനെ കോടതിയിലെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ ശേഷം അജയ് തൻ്റെ സ്വന്തം റിസ്കിൽ അംബികയെ പുറത്തിറക്കിയിരിക്കുകയാണ്. ഭൂമിയാകട്ടെ ഇപ്പോൾ തൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കൂടെ കരഞ്ഞലങ്ങിയ കണ്ണുകളുമായി അംബികയും. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാൻ നിസ്സഹായനായി അജയും സത്യദാസും എല്ലാം തന്നെ കൂടെയുണ്ട്. അങ്ങനെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായ ശേഷം ഭൂമി ആ ചിതയ്ക്ക് തീ കൊടുക്കുന്നു. തൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ എരിയുന്നത് കണ്ടു നിൽക്കാനാകാതെ ഭൂമിയാകട്ടെ തളർന്നു വീഴുന്നു. വീഴാൻ തുടങ്ങവേ തന്നെ അജയാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത്. അങ്ങനെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ ശേഷം ആരുമില്ലാതെ തനിച്ചെന്നോണം ഭൂമി ആ വീട്ടിൽ നിൽക്കുന്നു. വീടിൻ്റെ ഏകാന്തതയിലുള്ള ഒറ്റപ്പെടൽ കാരണം ഭൂമി തൻ്റെ അച്ഛൻ്റെ കാർ തുറന്ന് അതിനകത്ത് കയറിയിരിക്കുന്നു. കാറിനകത്തിരിക്കുമ്പോൾ ഭൂമി ഓർക്കുന്നത് അച്ഛനുമായുള്ള പഴയ ഓർമ്മകൾ ഓരോന്നാണ്. ഭൂമി അച്ഛൻ ആദ്യമായി കാർ ഓടിക്കാനായിട്ട് സമ്മതിച്ചത്, ഭൂമി അച്ഛൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അങ്ങനെ അച്ഛനെ പറ്റിയുള്ള ഓരോ മധുരമേറിയ ഓർമ്മകളും ഭൂമിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.